വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കളമശ്ശേരിക്കടുത്തായി സ്പേഷ്യസ് ആയ 4 BHK വീട് ബെസ്റ്റ് ഓഫ് ഫ്രണ്ടേജ് ആയിട്ട് നോക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനുമായിട്ടാണ്. കിൻഫ്ര ഹൈടെക് പാർക്കിനും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും അടുത്തായി 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസ് അടങ്ങുന്നതാണ് ഈ ഒരു വീട്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും 130 മീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 2.5 കിലോമീറ്ററും, ന്യൂവാൽസിലേക്ക് 1 കിലോമീറ്ററും, കുസാറ്റിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും 5 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5.4 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 7.7 കിലോമീറ്ററും, കാക്കനാടേക്ക് 8.5 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഇൻഡിപെൻഡന്റ് വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം സ്ക്വയർ ടോപ്പ് ഡിസൈനും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള കളർ കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത്. 3.5 മീറ്ററോളമാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. റോഡിൽ ഇനി ഇന്റർലോക്കിംഗ് കട്ടകൾ വിരിക്കാനായിട്ട് ഉണ്ട്. കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിൽ 4-വേ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ പടിഞ്ഞാറ് ദർശനമായും മെയിൻ ഡോർ വടക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. സീലിംഗിൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത്. കോർണറിലായിട്ട് KW വാട്ടർ കണക്ഷൻ്റെ പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. കോർണറിലായിട്ട് അലക്കുകല്ലും ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും 4 അടിയിലേറെയാണ് വെടുത്ത് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് വർക്ക് ഏരിയയാണ്. ഈ ഒരു കോർണറിലായിട്ട് KWയുടെ ഒരു വാട്ടർ ടാങ്കും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിവിശാലമായ ഈ ഒരു സിറ്റ് ഔട്ടിൽ 4 ചെയറോളം ഇടാനുള്ള സ്പേസ് ഈ ഒരു കോർണറിലായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന പില്ലറിന് വാൾട്ടയിലാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് വരുന്നത്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. മിററൊക്കെ ഉൾപ്പെടുത്തി ഭംഗിയായി പാനലിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. കൂടാതെ സിറ്റ് ഔട്ടിന്റെ വാൾ കംപ്ലീറ്റ്ലി തേക്കിൻ തടിയിലാണ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിംഗിലേക്കാണ്. ലിവിങ്ങിന് വെസ്റ്റ് സൈഡിലേക്ക് വലുപ്പമുള്ള ഒരു വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളും ഉള്ള സ്പേസാണ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പാർട്ടീഷനിലായിട്ടാണ് നമ്മുടെ TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നത്. അത്യാവശ്യം ഡക്കർ സ്പേസും സ്റ്റോറേജും ഈ ഒരു പാനലിങ്ങിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടാണ് ഈ ഒരു TV യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് പോർഷൻ വരുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് സ്പേഷ്യസ് ആയ ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോർണറിലായിട്ട് ചെറിയൊരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാവുന്നതാണ്. നോർത്ത് സൈഡ് വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് 3 ഡോറിൻ്റെ വലുപ്പമുള്ള വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസാണ് നമുക്ക് ഡൈനിങ്ങിനായിട്ട് വരുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ്. താഴെ സ്റ്റോറേജും ഡക്കർ സ്പേസും വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് പാർട്ടീഷന് മുകളിൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാണ്ട വയസ്സും വീഗാണ്ട സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിനായിട്ട് ഗ്ലോസി പാറ്റേൺ ഉള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ലൂവാർഡ് ഡിസൈനുള്ള പാനലിംഗും പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിംഗ് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും ഡക്കർ സ്പേസും വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മുടെ ഈ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് താഴെ മുകളിലുമായിട്ട് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളുമുണ്ട്. വലുപ്പമുള്ള സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്.
സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ വർക്ക് ഏരിയ വരുന്നത്. വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയയുടെ രണ്ട് സൈഡിലും ഗ്രിൽ ഡോറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13.5 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറൈഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിനും 13 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു സ്പേഷ്യസ് ആയ ബെഡ്റൂമിനും ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ എല്ലാതരം സെറൈഡ് ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് വരുന്നത്. വുഡൻ ടെക്സ്റ്റിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡി റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളോ ബുക്ക് ഷെൽഫോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ എല്ലാം തന്നെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിയുള്ള ഒരു TV യൂണിറ്റിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു പാസേജിലേക്കാണ് വരുന്നത്. ഇവിടെയും നമുക്ക് അത്യാവശ്യം സ്പേസ് ലഭിക്കുന്നുണ്ട്. പവർ പോയിന്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഓഫീസ് ടേബിളൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിലും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു സ്പേഷ്യസ് ആയ ബെഡ്റൂമിനും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിലും എല്ലാം തന്നെ സെറൈഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്റിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു റൂമിന് നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനുള്ളൊരു പോയിന്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ സ്പേഷ്യസ് ആയ റൂം ഒരു ഗസ്റ്റ് റൂം ആക്കി വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു റൂം വരുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി കൂടാതെ നമുക്കൊരു ഓപ്പൺ ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും വർക്ക് ഏരിയയും 2 കാർ പാർക്കിങ്ങും KW വാട്ടർ കണക്ഷൻ സഹിതമുള്ള ഈ ഒരു മനോഹരമായ സ്പേഷ്യസ് ആയ വീടിന് ചോദിക്കുന്നത് 1,29,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.